അതെ, ഒരു എവിടുത്തെ നമ്പൂതിരിയാന്ന് എനിക്ക് ആർക്കും ഓർമ്മയില്ല. ഒരു നമ്പൂതിരിക്ക് പൂജയൊക്കെ ഉണ്ട് കേമായിട്ട്. അപ്പൊ പരബ്രഹ്മം എന്നുള്ള രീതിയിലാണ് പൂജിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ ഒരു പരികർമ്മിയുണ്ടായി. അപ്പോൾ ഒരു ദിവസം ആ പരികർമ്മി ഇത് കണ്ടിട്ട് നല്ല ഭക്തിയായിട്ട് തന്നെ എല്ലാം ചെയ്യും. പക്ഷേ എങ്ങനെ ഈ പരബ്രഹ്മം എങ്ങനെ ഇരിക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഒരു ദിവസം ചോദിച്ചു, ഈ നമ്പൂതിരിയോട് ചോദിച്ചു, പരബ്രഹ്മം എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു. അപ്പോൾ ഇയാൾക്ക് വല്ലതും മനസ്സിലാവുമോ പറഞ്ഞു കൊടുത്താലേ വിചാരിച്ചിട്ട് കുറച്ച് പരിഹാസമായിട്ടും കൂടിയാവും. നമ്പൂതിരി പറഞ്ഞു, പരബ്രഹ്മം പോത്തുപോലെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയൊക്കെയോ ഇങ്ങനെ ചില കർമ്മങ്ങളൊക്കെ കാണുമല്ലോ, നമ്പൂതിരിക്കുക പൂജയോ എന്തൊക്കെയാ. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറേ മരങ്ങളൊക്കെയുള്ള ഒരു സ്ഥലത്ത് കൂടെ കടന്നു പോകുമ്പോൾ ഈ നമ്പൂതിരി മുമ്പിൽ നടന്നു. പിന്നാലെ പരികർമ്മി നടക്കില്ല. അപ്പൊ പരികർമ്മി കൊമ്പ് ചെരിച്ച് കടത്തിക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്പൂതിരിക്കൊന്നും കാണാനില്ല. ഈ ആരോടാ പറയണേ കൊമ്പ് ചെരിച്ച് കടത്താൻ പരബ്രഹ്മത്തിനോട്? ഈ പരബ്രഹ്മം പോത്തിന്റെ രൂപത്തില് പ്രത്യക്ഷപ്പെട്ടു. വിശ്വസിച്ച് നോക്കുമ്പോ പരികർമ്മിക്കാണ് ശരിക്കും ഭക്തി. അപ്പൊ എന്താണ് വിശ്വാസം. അപ്പൊ പോത്തുപോലെ പിന്നാലെ വരുന്നേ. കൊമ്പ് കെട്ടാൻ പറ്റണില്ല. അതാണ് അല്ല, അതെ, കൊമ്പ് മറ്റേ മരത്തിന്റെ കൊമ്പിന്റെ ഇടയിൽ കൂടെ കടത്താൻ പറ്റണില്ല. അപ്പൊ ഞാൻ ചേച്ചി കടത്തിക്കൊള്ളാൻ പറഞ്ഞതാന്ന് പറഞ്ഞു. അപ്പൊ ആ നമ്പൂതിരി വേഗം പരികർമ്മിയെ നമസ്കരിച്ചു. പരികർമ്മി തൊട്ട് നോക്കി ശരിക്കും പരബ്രഹ്മത്തിനെ കണ്ടുവോ നമ്പൂതിരി? എന്നെ തൊട്ട് നോക്കിയാൽ കാണാൻ അതുണ്ട്. എന്താണ് നമ്പൂതിരി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അയ്യോ എനിക്ക് കാണാനില്ലല്ലോ, എനിക്കൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ തൊട്ട് നോക്കിക്കോളൂ കാണാൻ. അപ്പൊ തൊട്ട് നോക്കിയപ്പോ പോത്തിന്റെ രൂപത്തിൽ നിൽക്കുന്നുണ്ട്. പരബ്രഹ്മാണല്ലോ അത്. അപ്പൊ എന്നിട്ട് അത് ഓച്ചിറ പോയി ഓച്ചിറ അല്ല, അല്ലെങ്കിൽ ഓച്ചിറ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് അപ്പൊ അവിടെ വേഗം പോത്തിന്റെ രൂപത്തിൽ പരബ്രഹ്മത്തിനെ പ്രതിഷ്ഠിച്ചു. അപ്പൊ ഓച്ചിറ അമ്പലത്തിൽ ഇപ്പോഴും പോത്തിന്റെ രൂപത്തിലാണ്. വിഷ്ണുനാരായണ നമ്പൂതിരി അവിടെ പൂജ കഴിക്കുന്ന ആളാണ്. വിഷ്ണുനാരായണ മരിച്ചുപോലോ, അദ്ദേഹത്തിനാണ് പൈസ വന്നു. വിഷ്ണുനാരായണ നമ്പൂതിരി അവിടെ ഒരു കൊല്ലം അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞിട്ട് അവിടെ പൂജ കഴിച്ചിട്ടത് ഈ പരബ്രഹ്മത്തിന്. അമ്പലം വേറെ ദേവതകളും ഉണ്ട്, പക്ഷെ അവിടുത്തെ പ്രതിഷ്ഠയില്ല. നമ്മുടെ ഈ ആരാണ് പ്രേം നസീർ, ഇങ്ങനെ ചില സിനിമാ നടന്മാരില്ലേ, അവരവിടെ വഴിയോടായി കളിക്കുന്നത്. അതൊക്കെ ഇപ്പൊ കേൾക്കണതാട്ടോ, എനിക്കറിയില്ല. പിന്നെ ഇത് ഗൂഗിളിൽ നോക്കിയാൽ ചിലപ്പോൾ കഥ ഉണ്ടെങ്കിൽ ഉണ്ടാവും.